ലോക ഫുട്ബോൾ ഫൈനൽ പോരാട്ടത്തിന് ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അതിലേക്ക്. ലോകകപ്പിന് ആവേശം കഴിഞ്ഞിരിക്കുന്നു. സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇപ്പോൾ സന്തോഷ് കുമാർ എം പി ചേരുന്നു. കടുത്ത അർജന്റീന ആരാധകനാണ്. പക്ഷേ ടീം അല്ല, അർജന്റീന ആരാധന ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ ഇന്ന് വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു. അർജന്റീനയും മെസ്സിയും ഈ ലോകകപ്പിൽ ഇത്ര ഒരു ബോറൻ കളി കളിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സ്പെയിൻ അർഹിക്കുന്ന വിജയമാണ്. ആ മാർട്ടിനസ് എന്ന് പറയുന്ന മഹാനായ ഗോളി ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളിന് തോറ്റുപോകുകയായിരുന്നു. ശ്രദ്ധേയമോ ആവേശം പകരുന്നതുമായ ഓരോ അറ്റംപ്റ്റ് പോലും ഉണ്ടായില്ല. പിന്നെ ഒരു പ്രതിഭയുടെ മിന്നലാട്ടം എന്നൊക്കെ പറയാവുന്നത് അവസാന ചില മിനിറ്റുകളിൽ കാണിച്ചു. അവൊന്നും സ്പെയിനിനെ പോലും ടീമിനെടുക്കാൻ പറ്റുമായിരുന്നില്ല. ലളിതമായി പറയണല്ലേ, നന്നായി കളിച്ചില്ല, അതുകൊണ്ട് തോറ്റു. ആദ്യം മുതൽ നിരാശയായിരുന്നോ? ആദ്യം മുതൽ നമ്മൾ മെസ്സിയും സംഘത്തിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസും കണ്ടില്ല. നിരാശയായിരുന്നു. പക്ഷെ അവസാനമെങ്കിലും ഒരു മാജിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് കരുതി. മെസ്സി എവിടെയായിരുന്നു ഗ്രൗണ്ടിൽ? ഒന്നും പറയാനില്ല. തോറ്റു, നന്നായി തോറ്റു, സമ്മതിക്കുന്നു, നന്നായി തോറ്റു എന്ന് മാത്രമേ പറയാനുള്ളൂ. ടീച്ചർ കൂടെ, ശ്രീമതി ടീച്ചർ കൂടെ സ്പെയിൻ ജയിക്കുന്നതായിരുന്നു ജയിച്ചു. ഞാൻ മാത്രല്ലേ അത് പറഞ്ഞുള്ളൂ. ഒറ്റക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ആള് കൂടി ആയിട്ടും എന്റെ ഒന്നിച്ചിരുന്ന മെമ്പർമാരും എന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കം അർജന്റീന ജയിക്കുമെന്ന പ്രവചനമാണ് നടത്തിയത്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ അർജന്റീനയുടെ ഭാഗത്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷെ ഈ വേൾഡ് കപ്പിൽ അവരുടെ കളി കണ്ടപ്പോ അവർക്ക് ജയിക്കാൻ സാധ്യതയില്ലെന്നും സ്പെയിനാണ് ജയിക്കുക എന്ന് എന്റെ മനസ്സ് പറയുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്. നല്ല കളിയാണ്. അർജന്റീന എവിടെ എത്തിയില്ല, ഒന്നുമില്ല. ഏറ്റവും നന്നായിട്ട് സ്പെയിൻ ഓരോ തവണ അവരുടെ കാലിലേക്ക് പന്ത് വന്നപ്പോഴും ആ പന്തിന്റെ കാലടക്കം, അത് കൈയടക്കം എന്ന് പറഞ്ഞ പോലെ കാലടക്കം, അത് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവരുടെ ഒന്നിച്ചുള്ള ടീമിന് മാത്രം വിട്ടുകൊടുക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ MAVB സഖാവോട് ചേരുന്നുണ്ട്. സഖാവേ, തോറ്റു. ഇന്ന് മികച്ച കളി പുറത്തെടുത്തത് സ്പെയിനാണ്. ഇന്നത്തെ ജയം സ്പെയിൻ അർഹതപ്പെട്ടതാണ്. പക്ഷേ ഈ ഒരു ഗോളിന് മാത്രമല്ലേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യത കുറവാണ്. കാര്യം ഫിനിഷിങ് അവർക്ക് കഴിഞ്ഞില്ല. ഇന്നത്തെ താരം യഥാർത്ഥത്തിൽ എമിലിയാനോ മാർട്ടിനസ് ആണ്. അർജന്റീനയുടെ ഗോൾ കീപ്പറാണ് ഇന്നത്തെ താരം. എല്ലാവരും അവസാന നിമിഷത്തിൽ ഒരു അത്ഭുതമാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ കളിയിലെ നിമിഷം ഗോളടിക്കാനുള്ള സാധ്യതകൾ അർജന്റീന സൃഷ്ടിച്ചു. പക്ഷെ അത് അവസാനത്തെ 10 മിനിറ്റ് വേണ്ടി അവർ കാത്തിരിക്കാൻ പാടില്ലായിരുന്നു. പ്രേമേന്ദ്രൻ MP കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒടുവിൽ അർജന്റീന തോൽവി സമ്മതിച്ചു. അർജന്റീന സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഏകപക്ഷീയമായ മത്സരമാണ് നടന്നത്. അവസാനത്തെ എക്സ്ട്രാ ടൈമിലെ 10 മിനിറ്റ് നേരം അർജന്റീന കളിച്ചു എന്നതൊഴിച്ചാൽ പൂർണ്ണമായും പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇവരുടെ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു കളിയും ഒരു മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞില്ല. 90 മിനിറ്റ് നേരമുള്ള കളി ഒറ്റ പ്രാവശ്യം മാത്രമാണ് അർജന്റീന ഫലപ്രദമായ ഒരു മുന്നേറ്റം സ്പെയിന്റെ ഗോൾ വലയത്തിൽ ചെയ്തത്. അത് കഴിഞ്ഞാൽ അവസാനത്തെ 10 മിനിറ്റ് നേരം തികച്ചും നിരാശാജനകമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അർജന്റീനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്പെയിൻ ഡിസർവിംഗ് ആയിട്ടുള്ള വിജയമാണ്, സ്പെയിൻ അർഹതപ്പെട്ട വിജയമാണ് കിട്ടിയത്. ശിവദാസൻ MP കൂടി നമ്മളോട് ചേരുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ എല്ലാ കാര്യം അങ്ങ് പാളി. ഇല്ല, ഇത് ഇന്നത്തെ ഫൈനൽ മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത് പാടാൻ മറന്നുപോയ പാട്ടുകാരുടെ സംഘമായി അർജന്റീന മാറി. അവർ പാടാൻ മറന്നുപോയ പാട്ടുകാരായി മാറി. അതുകൊണ്ട് നമുക്ക് അർജന്റീനയുടെ ആരാധകർക്കെല്ലാം സങ്കടകരം തന്നെ. ഇവിടുത്തെ MP ഉൾപ്പെടെ എല്ലാവരും അർജന്റീന ഫാൻസാണ്. പക്ഷെ എല്ലാവരും നിരാശരായിക്കൊണ്ടാണ് അർജന്റീനയുടെ പരാജയം. ക്യാമറമാൻ അമലിനോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.